ഒരൊറ്റ കാര്യം പറയട്ടെ. ഈ മഹാദേവൻ മോഹിനിയെ പ്രാപിച്ചുണ്ടായതാണ് അയ്യപ്പൻ എന്നുള്ളത് കഥ നിങ്ങളാരും വിശ്വസിക്കരുത്. ഗുരു അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ അല്ല. ഗുരു നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി, ഹരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിന്റെയും സ്ഥിതിയുടെയും സംയുക്തമായിട്ടുണ്ടായ ഒരു രൂപമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതിന്റെ ശക്തി ആവാഹിച്ചൊരു ജന്മമായിട്ടാണ് അയ്യപ്പനെ കാണേണ്ടത്. അല്ലാതെ മഹാവിഷ്ണു പെൺവേഷം കെട്ടിയിട്ട് ഇത് കണ്ട് മോഹിച്ചു പ്രാപിച്ചുണ്ടായതല്ല. അങ്ങനെ ഒരു നികൃഷ്ടമായ ഒരു കഥകളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനകത്തൊക്കെ പല തത്വങ്ങളുമുണ്ട്. അതൊന്നും നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അയ്യപ്പന്റെ ജനന സമയത്തിടെ ശൈവ വൈഷ്ണവ യുദ്ധമുണ്ടായിരുന്നു. അത് നിങ്ങൾക്കറിയോ മക്കളെ? അയ്യപ്പൻ എന്ന് പറയുന്ന പന്തളത്തെ രാജാവിന്റെ ഭരണകാലഘട്ടം എടുത്തു വെച്ച് നോക്കുമ്പോൾ ആ സമയത്ത് ഇവിടെ എന്താണ് ഉണ്ടായിരുന്നത്? ഇവിടെ ശിവഭക്തന്മാരെ കണ്ടാൽ വൈഷ്ണവ ഭക്തന്മാരെല്ലാം കൂടി എന്ത് ചെയ്യും? തല്ലി കൊല്ലും, ഓടിക്കും. ഇന്ന് പല സ്ഥലത്തും വർഗീയ ലഹളകൾ നടക്കുന്നില്ലേ? അതുപോലെയായിരുന്നു. ശിവവിഗ്രഹങ്ങളെ എടുത്ത് കടലിൽ കൊണ്ടിടുമായിരുന്നു. ശിവഭക്തന്മാരും വെറുതെ വിട്ടിരുന്നില്ല കേട്ടോ. അവരും നേരെ വിഷ്ണുവിന്റെ അമ്പലങ്ങൾ തകർക്കുകയും ഈ അനന്തശയനം പോലെയുള്ളതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഗ്രഹങ്ങളെ കൊണ്ട് അവരും കടലിടുമായിരുന്നു. ഇങ്ങനെ പരസ്പരം ശൈവ വൈഷ്ണവ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു ഇത്. വല്ലാത്തൊരവസ്ഥയിൽ കേരളത്തിലോട്ടും വരുവാൻ തുടങ്ങി. ഇത് നോർത്തിൽ ആ ഭാഗത്ത് സംഭവിച്ച കാര്യമാണ്. ശൈവയുദ്ധം എന്ന് നമ്മൾ കേട്ടാൽ മനസ്സിലാക്കാം. ശൈവ വൈഷ്ണവ യുദ്ധം. ഞാൻ വിഷ്ണുവാണ് ദൈവം എന്ന് പറഞ്ഞ് കുറെ പേർ ഇങ്ങനെ മുന്നോട്ട് വന്നു. അപ്പൊ അത് ഈ പൗരോഹിത്യന്മാർ ഉണ്ടാക്കി വിട്ടൊരു ലഹളയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊന്നും ചരിത്ര രേഖകളിലൊന്നും വലുതായിട്ട് പറയുന്നില്ല. അങ്ങനെ അത് കേരളത്തിലേക്ക് വ്യാപിച്ചു തുടങ്ങുന്ന സമയത്ത് അന്ന് ഈ അയ്യപ്പസ്വാമി എന്ന് പറയുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന അയ്യപ്പസ്വാമി പറഞ്ഞ വാക്കാണ്, ഞാൻ ഹരിഹരപുത്രനാണ്, രണ്ടുപേരുടെയും പുത്രനാണ് ഞാൻ പറയുന്ന കേൾക്കൂ. എല്ലാവരും ഒന്നാണ്. ഇതെല്ലാവരും നമ്മളെല്ലാവരും ഒന്നാണ്. ഞാൻ ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ച? വിഷ്ണുവിന്റെ പേരിൽ ലഹള നടത്തുന്നവർക്ക് അയ്യപ്പനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? ശിവന്റെ പേരിൽ ലഹള നടത്തുന്നവർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്തോടെ? ശാന്തരായി. അങ്ങനെ അവിടെ സമത്വമുണ്ടായി. എല്ലാവരും ഒന്നെന്ന ഒരു തത്വം പ്രകടമായി. സ്വാമി എന്ന പേരിലുണ്ടായി. സതീദേവിയുടെ വിരഹത്തിന് ശേഷം ഭഗവാൻ തപസ് ചെയ്യുകയായിരുന്നു. കാരണം ഭഗവാൻ അറിയാം അടുത്ത പ്രകൃതിയായിട്ട് പ്രകൃതിയായി അമ്മ പാർവതി ദേവി വരും. എന്നായാലും അവൾ എന്റെ കൂടെ എന്റെ പാതിമയാകേണ്ടവളാണ്. അങ്ങനെ ഭഗവാൻ കാത്തിരുന്നു. അതിനുവേണ്ടി ഭഗവാൻ കാത്തിരുന്നു. ഭഗവാന് എന്ത് ചെയ്തു? തപസ് ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ ഭഗവാന് തന്നെ ഒരു മനുഷ്യരൂപമെടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഗുരു ആദ്യകാല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, സ്വന്തം രൂപത്തിൽ വന്ന് നമുക്ക് ഇത്രയും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ദൈവം വേറെ ആരാണുള്ളത്, ഏതാണുള്ളത്, എവിടെയാണുള്ളത്? അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? തപസ് ചെയ്തു. കുറച്ചു കഴിയുമ്പോൾ ഭിക്ഷാടനത്തിന് ഇറങ്ങി. കാരണം ഭഗവാന് ലോകകാര്യങ്ങൾ കൂടി നോക്കണം. അമ്മ വന്നിട്ടില്ല, പ്രകൃതി ആയിട്ടില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? സകല ചരാചരങ്ങളിലേക്കും ആഹാരം കൊടുക്കണം, സകല ചരാചരങ്ങളുടെയും ദോഷങ്ങൾ അകറ്റണം. അതിനുവേണ്ടി ഭഗവാൻ ഭിക്ഷാടനത്തിന് ഇറങ്ങും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചത്തിന്റെ മൂലാധാരമായി നിൽക്കുന്ന, ജ്യോതിർലിംഗമായി നിൽക്കുന്ന ആ ജ്യോതിസ്വരൂപത്തിന്റെ സൂക്ഷ്മരൂപമാണ് ശിവലിംഗം. ആ സൂക്ഷ്മരൂപമാണ് ശിവലിംഗമെന്ന് 100,000 ലക്ഷം കോടി തവണ ഭഗവാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെയും സകല ലോകത്തിന്റെയും അധിപനായ മഹാദേവൻ പരിശുദ്ധനാണ്. അദ്ദേഹത്തിന് അശുദ്ധിയില്ല, അദ്ദേഹത്തിന് അയോഗ്യതയില്ല. അദ്ദേഹം യോഗ്യനാണ്, സകലതിന്റെയും ഉടമസ്ഥനാണ്, സകല ചരാചരങ്ങളിലും വസിക്കുന്നവനാണ്, സകല പേർക്കും പിതാവാണ്, സർവയോഗ്യനാണ്, ഉത്തമന്മാരിൽ അത്യുത്തമനുമാണ്, ശുദ്ധതയിൽ പരിശുദ്ധനുമാണ്. ആ മഹാദേവനെ കുറിച്ചിട്ട് ഇല്ലാത്ത കുറച്ച് കഥകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. മഹാദേവനെ ഏതൊക്കെ രീതിയിൽ ജനങ്ങളിൽ നിന്ന് അകറ്റാമോ ആ രീതിയിലെല്ലാം അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ അകന്നാലും മക്കളെ, മഹാദേവൻ അതിൻ്റെതായ ശക്തിയിൽ നോക്കൂ. ഇവിടെ എല്ലാ പുരാണങ്ങളിൽ നമ്മൾ വായിച്ചാലും ഇത്രയും കാലം ഗുരു പറഞ്ഞ കഥകളിലൊക്കെയും ഇവിടെ ദേവന്മാരും അസുരന്മാരും അവിടെയും ഇവിടെയും ഒക്കെയും ഓടി നടന്നിട്ട് കൂടി അവസാനം മഹാദേവന്റെ തൃപ്പാദത്തിങ്കൽ വന്ന് അഭയം പ്രാപിക്കുമ്പോൾ മാത്രമാണ് അതിനൊരു പരിഹാരമുണ്ടാകുന്നത്. പക്ഷെ പിന്നീടെന്തോ അത് ഭഗവാൻ എന്ന് പറയുന്നതേ, ഭഗവാൻ കണ്ണടച്ചിരിക്കുകയില്ല, ഭഗവാൻ ചെവി പൊത്തിയുമല്ല ഇരിക്കുന്നത്. ഇവിടെ ആരൊക്കെ മനുഷ്യൻ എന്തൊക്കെ കാണിച്ചാലും അവൻ എത്രത്തോളം കാണിക്കുമെന്നേ, അവൻ ഏതുവരെ കാണിക്കുമെന്നേ.
കൂടിപ്പോയാൽ ഈ ഗുരുവിന്റെ കഴുത്തിനു മേലെ തല കൊയ്യാൻ പറ്റും മനുഷ്യന്. ആത്മാവിനെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ആത്മാവിനെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഇത് തന്നെയാണ് ഗുരുവിന് പറയാനുള്ളത്. ഈ മനുഷ്യൻ എത്രത്തോളം നെകളിച്ചാലും, എന്തിനു വേണ്ടി ഇവിടെ കിടന്ന് കടിപിടി കൂടിയാലും അടിപിടി കൂടിയാലും ഭഗവാൻ അതൊക്കെ കാണുന്നുണ്ട്. അതിന്റെ സമയത്ത് ഭഗവാൻ ഇറങ്ങി വരുന്ന സമയം, ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. അതുണ്ടാവുക തന്നെ ചെയ്യും. ഒരു വനത്തിൽ കൂടി നടന്നു പോകുന്ന ഒരു മനുഷ്യൻ തന്നെ ഇപ്പോൾ പുലിയോ കടുവയോ ആനയോ ആക്രമിക്കും എന്ന് കരുതി നടന്നാൽ അയാളുടെ യാത്രയിലുടനീളം തന്നെ ഭയമായിരിക്കും. ആ യാത്ര അവസാനിക്കുന്ന അല്ലെങ്കിൽ കാടിന് പുറത്തു കടക്കുന്നവരെയും അയാളുടെ ഉള്ളിൽ ഭയമെന്ന മൃഗം വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു മരത്തിൽ നിന്നൊരു ഇല കൊഴിഞ്ഞ് ശരീരത്തിൽ വീണാൽ കൂടി അത് ഏതോ വന്യമൃഗം തന്നെ സ്പർശിച്ചതാണെന്നുള്ള തോന്നൽ ഉണ്ടാകും. എന്നാൽ ആ വനത്തിലേക്ക് എന്തായാലും കടന്നു, ഞാൻ ഈ വനത്തിൽ എത്തിപ്പെട്ടു, ഇനി എനിക്ക് ഈ വനത്തിൽ കൂടെ കടന്നാൽ മാത്രമേ പുറത്തു കടക്കുവാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഭയമില്ലാതെ സഞ്ചരിക്കുന്നു. വന്യമൃഗങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ, ഞാനതപ്പോൾ അതിനോട് നേരിടും എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് നടക്കുന്ന ആ വഴികളിലൊക്കെയും സമാധാനമുണ്ടാവുകയും കാടിന് പുറത്ത് കടക്കുവാനും കഴിയും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും. ജീവിതം എന്ന് പറയുന്നത്, ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ മേഖലകളിൽ എടുത്തു നോക്കിയാലും ഓരോരുത്തരും വലിയ സന്തോഷത്തിൽ കഴിയുന്നവരെ കണ്ടാലും അവർ സഞ്ചരിക്കുന്നതെല്ലാം വലിയ കാടിനകത്തു കൂടെയാണ്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മറ്റൊരാൾക്ക് സന്തോഷമുള്ള വാക്കുകൾ എത്രത്തോളം നമ്മൾ പകർന്നു കൊടുക്കുന്നുവോ, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ നമ്മുടെ ആ ഒരു ദുഃഖത്തിനെ മാറ്റി സന്തോഷം പ്രദാനം ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ നമ്മുടെ കൂട്ടുകാരനായി വരും. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മൾ എല്ലാവർക്കും ആശ്വാസമായി തീർന്നു. അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുന്നവരെ പോലും നമ്മൾ കുറ്റപ്പെടുത്താതെ അവരോട് നല്ല വാക്കുകളും അവരോട് വൈരാഗ്യവുമില്ലാതെ ജീവിച്ചു പോന്നു. അതുകൊണ്ട് നിങ്ങളുടേതായ പ്രാർത്ഥനയ്ക്കോ നിങ്ങളുടേതായ പരിശ്രമത്തിനോ ഫലമില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് എൻ്റെ പാളിച്ച? പ്രവൃത്തിയിലാണോ? അല്ലെങ്കിൽ എൻ്റെ വാക്കുകളിലാണോ? എൻ്റെ മനസ്സിലാണോ? മറ്റെവിടെയെങ്കിലുമാണോ? സ്വയം ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇവിടെയാണ് തെറ്റ്, ഈ ഭാഗത്താണ് തെറ്റ്, നീ അങ്ങനെ ചെയ്തതിലാണ് തെറ്റ്. ഭയം മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നത് ഭയത്തോടു കൂടിയാകരുത്. ഒരു സർക്കാർ ഓഫീസുകളിലോ ബാങ്കുകളിലോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ കയറി ചെല്ലുന്നത് ഭയത്തോടു കൂടിയാകരുത്. നിങ്ങൾക്കൊരു ജോലി ലഭിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുക തന്നെ ചെയ്യും. അതിനായി നിങ്ങൾ ഒരു ഓഫീസിലോ മറ്റെവിടെയെങ്കിലും സമീപിക്കുന്നത് ഭയത്തോടു കൂടിയാകരുത്. നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും കടലാസിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നത് ഭയത്തോടു കൂടിയാകരുത്. നിങ്ങളുടെ കാര്യങ്ങളിൽ അത് കുറ്റമറ്റതാണെങ്കിൽ കൃത്യമായും ആ കടലാസുകൾ ക്രമീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ കുറ്റത്തെ മാറ്റി അതിൻ്റെ കുറവുകൾ പരിഹരിച്ച് ചെല്ലുമ്പോൾ അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാതെ നമ്മൾ ഒന്നിനെയും ഭയത്തോടു കൂടി സമീപിക്കരുത്. ഒരു കാര്യത്തിനെയും ഭയത്തോടു കൂടി സമീപിക്കരുത്. പ്രകൃതിയും അതിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം അലിഞ്ഞു ചേർന്നുണ്ടായവയാണ്. അതായത് ഈ പ്രകൃതിയിലൊരു മരമുണ്ടെങ്കിൽ അത് മണ്ണും കാറ്റും മറ്റു മരങ്ങളും മനുഷ്യനും പക്ഷികളും സകലതും അലിഞ്ഞു ചേർന്നുണ്ടായതാണ് ഒരു മരം. ഇവിടെ ഈ പറയുന്ന ഗുരുവും ഇത് കേൾക്കുന്ന നിങ്ങളും പരസ്പരം അലിഞ്ഞു ചേർന്നുണ്ടായതാണെന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയിലെ വായു, മണ്ണ്, മരങ്ങൾ, പക്ഷികൾ, സകല ജീവജാലങ്ങൾ, ചരാചരങ്ങൾ ഇതെല്ലാം അലിഞ്ഞു ചേർന്നുണ്ടായവയാണ് നിങ്ങളും ഞാനും നമ്മളും എല്ലാവരും. ഉള്ളതിൽ നിന്ന് പ്രകൃതി നിങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റിത്തരും. പക്ഷെ നിങ്ങൾ പ്രകൃതിയെ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ പ്രകൃതിയെ തിരിച്ചറിയാതെ പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? പ്രപഞ്ചമെന്ന് പറയുന്നത് മഹാദേവനാണ്. പ്രകൃതി എന്ന് പറയുന്നത് അമ്മ പാർവതി ദേവിയാണ്. പ്രകൃതിയെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ വസിക്കുന്നത് അവിടെയാണ്. നിങ്ങൾ ആനന്ദിക്കുമ്പോൾ പ്രകൃതി ആനന്ദിക്കും. നിങ്ങൾക്ക് ഒരു വിഷയമുണ്ടാകുമ്പോൾ പ്രകൃതി അതിനെ പരിഹരിക്കുവാൻ
അതിൻ്റെതായ വഴികൾ ഒരുക്കി തരിക തന്നെ ചെയ്യും. വീടില്ലേ, പ്രകൃതിയിലേക്ക് ഇറങ്ങി വരൂ, പ്രകൃതിയോട് ചേർന്ന് നിൽക്കൂ. വീടുണ്ടാകും, കാര്യങ്ങളെല്ലാം നടക്കും. അതിനാണ് ഭഗവാൻ ഇവിടെ പ്രപഞ്ചത്തിൽ നിന്ന് ഈ പ്രകൃതിയെ നമുക്ക് തന്നിരിക്കുന്നത്. അതിനോടൊപ്പം അലിഞ്ഞു ചേർന്ന് ജീവിക്കുക. പ്രഭാഷണങ്ങൾ കേട്ട് മനസ്സിൽ അല്പമെങ്കിലും ബോധ്യവും ബോധവും ഉണ്ടായാൽ വിശേഷ ബുദ്ധി ഭഗവാൻ കൊണ്ടുവന്ന് തരും. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഓം ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ നമഃ.